ഹലോ! വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അത് മറ്റൊന്നല്ല, ഒരു ഡെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഞാനിങ്ങനെ ഡെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ചെയ്യണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇടയ്ക്കൊക്കെ നിങ്ങൾക്കൊരു അവയർനെസ് പോലെ തരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമായതുകൊണ്ടാണ് ഇങ്ങനൊരു ടോപ്പിക്കായിട്ട് വന്നത് ഞാൻ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്ക് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമ്മുടെ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല്ല് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പം നമ്മൾ ഈ തമ്മിലിൽ കണ്ട പോലെ തന്നെ ആർക്കൊക്കെ തോന്നുന്നുണ്ട് പല്ല് ക്ലീൻ ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണെന്ന്? എന്നാ ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യം വളരെ ബേസിക്കും ആണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇതെല്ലാം ലേമാൻ ടേമിലാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്നും പ്രൊഫഷണൽ ആയിട്ട് ഞാൻ ഒന്നും പറഞ്ഞു തരുന്നില്ല. കറക്റ്റ് നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവേണ്ടത് അത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ പോകുന്നത്. സോ പല്ല് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ പലവരുടെയും ഒരു സംശയമാണ്, അയ്യോ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലത്തെ ഭാഗം പല്ലിന്റെ കവറിങ്, അതായത് ഔട്ടർ കവറിങ് ഭാഗം ഡാമേജ് ആവില്ല എന്നുള്ളത്. ആർക്കെങ്കിലും പല്ലിന്റെ മുകളിലെ ഔട്ടർ കവറിങ്ങിന് ക്ലീൻ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഡാമേജ് വരുമെന്ന് സംശയമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഒരു ഡാമേജും ഉണ്ടാവില്ല. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു അൾട്രാസോണിക് ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നത്. അതൊരിക്കലും പല്ലിന്റെ മുകളിലുള്ള ഇനാമൽ അല്ലെങ്കിൽ ഇനാമലിന് ഒരു ഡാമേജ് സംഭവിക്കാതെയാണ് ക്ലീനിങ് കംപ്ലീറ്റ് ആക്കുന്നത്. 3 ടൈപ്പ് ഓഫ് പേഷ്യൻസ് വരാറുണ്ട് ക്ലിനിക്കിലേക്ക്. ഫസ്റ്റ് പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഡെന്റൽ ചെക്കപ്പ് ചെയ്യാൻ വരുന്നവരായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും. ഒരു 6 മന്ത്സ് കൂടുമ്പോൾ 1 ഇയർ കൂടുമ്പോൾ ഒക്കെ ക്ലീൻ ചെയ്യാനും പല്ല് ചെക്കപ്പ് ചെയ്യാനൊക്കെ വരുന്നവരായിരിക്കും. അവരുടെ പല്ലിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് തന്നെ റിസോൾവ് ചെയ്ത് അധികം ഒരുപാട് റൂട്ട് കനാല് അങ്ങനെയുള്ള പ്രൊസീജിയറിലേക്ക് പോവാണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. രണ്ടാമത് വരുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വേദനയായിട്ട് വരുന്ന പേഷ്യൻസ് ആയിരിക്കും. അല്ലെങ്കിൽ പറയാ ഡോക്ടറെ എൻ്റെ മോണയ്ക്ക് ഭയങ്കര വേദനയാണെന്നൊക്കെ പറഞ്ഞ് വരുന്ന പേഷ്യൻസ് ആയിരിക്കും. സോ ആ പേഷ്യൻസ് വന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഓക്കെ നമ്മൾ പല്ല് ക്ലീൻ ചെയ്യണം, മോണയ്ക്ക് ഡാമേജ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വന്ന് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാക്കുക എന്നുള്ളത്. പിന്നെ മൂന്നാമത് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വരുന്ന പേഷ്യൻസ് ആയിരിക്കും. അവരോട് അവരുടെ പല്ലിന്റെ അവസ്ഥ കണ്ട് നമ്മൾ പറയും പല്ല് ക്ലീൻ ചെയ്യണം. ചിലവർ ഭയങ്കര എന്താ പറയാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പല്ല് ക്ലീൻ ചെയ്യണ്ട എന്നുള്ള രീതിയിൽ എന്താ പറയുക, ഇഗ്നോർ ചെയ്യുന്ന പേഷ്യൻസ് ആയിരിക്കും. ഇല്ല, അവസാനം പറഞ്ഞ 2 ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് മെയിനായിട്ടത്. അപ്പോൾ ഈ പല്ല് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് വരുമ്പോൾ ക്ലീൻ ചെയ്യണ പോലെ അല്ല, നിങ്ങൾ ഇടയ്ക്ക് നിങ്ങൾ തന്നെ ഒരു കണ്ണാടി എടുത്തിട്ട് നോക്കുക. അതായത് ചിലവരുടെ വിചാരം ഈ പല്ലിന് ഇടയിൽ ഈ അഴുക്കിരിക്കുന്നത് വെള്ള കളറിലാണ് ഇരിക്കുന്നത്, ഒട്ടുമിക്ക ആൾക്കാരുടെയും. അപ്പൊ ഈ വെള്ള കളർ ഇരിക്കുമ്പോൾ ഇവര് വിചാരിക്കണത് ഇവരുടെ പല്ലിന്റെ കളറാണെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പൊ ഒരു 2 ഡിഫറൻഷിയേഷൻ പോലെ കാണുകയെന്ന് കൂട്ടിക്കോ. ഞാൻ ഇവിടെ സൈഡിൽ പിക്ചർ കൊടുക്കാം. നമ്മുടെ ഉൾഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് അഴുക്കുണ്ടാവുക. പുറം ഭാഗത്ത് ചിലവർ അത്രയും ശ്രദ്ധിക്കാത്തവർക്ക് മാത്രമാണ് ഈ പുറം ഭാഗത്തും അഴുക്ക് ഉണ്ടാവുക. ഒട്ടുമിക്ക ആൾക്കാർക്കും ഉള്ളിലത്തെ ഭാഗം, അതായത് പല്ലിന്റെ മിക്കവാറും താഴത്തെ പല്ലിന്റെ ഉള്ളിലത്തെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ അഴുക്ക് കണ്ടുവരുന്നത്. സോ പറ്റുകയാണെങ്കിൽ ഒരു മിറർ വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്തെങ്കിലും വൈറ്റ് ബാൻഡ് പോലെ ഫോം ചെയ്യുന്നുണ്ടോ നോക്കുക. നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ അതുകൊണ്ട് ക്ലീൻ ചെയ്യിപ്പിച്ച് നിങ്ങളുടെ ടൂത്ത് നല്ല വൃത്തിയായിട്ട് കീപ്പ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറ്റ് ബാൻഡ് അവിടെ ഇരുന്ന് കട്ടിയാവുകയാണ് ചെയ്യുക. ഈ വൈറ്റ് ബാൻഡ് ഫോം ചെയ്യാനുള്ള കാരണം നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഇത് സംഭവിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, കാരണം ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കുറച്ചു കാലം പല്ല് തേക്കാണ്ടിരിക്കുക രാത്രി കിടക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസ് അവിടെ ഇരുന്നിട്ട് ഒരു ബാക്ടീരിയ പോലെ ഇങ്ങനെ ഫോം ചെയ്യുന്നതാണ് ഈ വൈറ്റ് ബാൻഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. സോ ഈ വൈറ്റ് ബാൻഡ് ഫോം ചെയ്ത് കഴിയുമ്പം ഇത് നമ്മുടെ മോണയും പല്ലിന്റെ ഇടയ്ക്കായിട്ടാണ് ഫോം ചെയ്യുക. അപ്പം ബേസിക്കലി നമ്മുടെ മോണ എന്ന് പറയുന്നത് ടിഷ്യൂ പോലത്തെ ഒരു സംഭവമാണ്. അവിടെ എന്താ ബ്ലഡ് സപ്ലൈ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം ഈ ടിഷ്യൂവിൻ്റെ ഇടയ്ക്ക് ഈ വൈറ്റ് ബാൻഡ്സ് ഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടിഷ്യൂസ് ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരുന്ന ടിഷ്യൂ ഡാമേജിനെ നമ്മൾ പറയുന്നതാണ് മോണരോഗം എന്ന് പറയും. ഈ മോണരോഗം വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആദ്യമൊന്നും വലിയ പ്രശ്നം ഉണ്ടായില്ല. ആദ്യം കാണിക്കുന്ന സൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പല്ല് തേക്കുന്ന സമയത്ത് ബ്ലീഡിങ്, ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് കാണാനുള്ള ചാൻസസ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ മോണയുടെ ഇവിടെ നീർക്കെട്ടൽ പോലെ വരിക, അല്ലെങ്കിൽ കുറച്ച് സ്വെല്ലിങ് പോലെ വരിക. അത് മാത്രമല്ല, കുറേ സിവിയർ ആയിട്ടുള്ള കേസുള്ള ആൾക്കാരുടെ കേസിലെടുത്ത് നോക്കുകയാണെങ്കിൽ പല്ല് വരെ ആടണ രീതിയിലുള്ള
മോണരോഗങ്ങൾ വരെ ഉണ്ടാവാറുണ്ട്. സോ അത്രയും സിവിയർ ആയിട്ട് കൊണ്ടുപോവാണ്ട് നമ്മൾ നേരത്തെ നമ്മൾ തന്നെ ഒന്ന് നോക്കി സൂക്ഷിച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും എക്സ്ട്രീം ലെവലിലേക്ക് കൊണ്ടുപോവാണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മുടെ ഈ മോണരോഗം എന്ന് പറയുന്നത് വൈറ്റ് ബാൻഡ് മാത്രമായിട്ടല്ല ഫോം ചെയ്യുന്നത്. പല്ലിൽ കറകൾ കൂടെ വരാറുണ്ട്. ഈ കറകൾ വരാനുള്ള മെയിൻ കാരണം സിഗരറ്റ് സ്മോക്കിംഗ് കൊണ്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ പുകയില, മുറുക്കാൻ അങ്ങനെയൊക്കെ ചവയ്ക്കുന്നവർ, കുറേ കാലം കൊണ്ട് ചവയ്ക്കുന്നവരുടെ പല്ലിൽ വരുന്ന കറ എന്നൊക്കെ പറയുന്നത് ബ്ലാക്ക് സ്പോട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, വളരെ കറുത്തിരിക്കും. പല്ലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെ കറുത്ത, അല്ലെങ്കിൽ ഈ ചില ബംഗാളികളുടെയൊക്കെ പല്ല് നോക്കിയാൽ മനസ്സിലാവും. അവർ കൂടുതലായിട്ടും ഈ എന്താ പറയുക, എന്താ പറയുക, ചൂയബിൾ ആയിട്ടുള്ള ഒരുപാട് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ പല്ലിന്റെ ഈ ഭാഗത്തും ഉൾഭാഗത്തും ഒക്കെ ഒരുപാട് ഇങ്ങനെ ഒരു ഡാർക്ക് കളറായിട്ടുള്ള കറകൾ പോലെ കാണാൻ പറ്റും. അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. സോ അങ്ങനെയുള്ളവരുടെ പല്ലിലും ഈ കാൽക്കുലസ് അല്ലെങ്കിൽ വൈറ്റ് ബാൻഡും അതിനോടൊപ്പം തന്നെ കറുത്ത സ്പോട്ട്സ് ആയിട്ട് കാണാറുണ്ട്. പിന്നെ ഈ സിഗരറ്റ് വലിക്കാത്തവരാണെങ്കിലും എന്തെങ്കിലും എന്താ പറയുക ഹാബിറ്റ്സ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും അമിതമായിട്ട് കോഫി കുടിക്കുന്നവർ അല്ലെങ്കിൽ അമിതമായിട്ട് ആയുർവേദ മരുന്ന് കഴിക്കുന്നവരുടെ കേസസിലും ഈ പറയുന്ന ബ്ലാക്ക് സ്പോട്ട്സ് പോലെ കാണാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പല്ലിൽ കറകൾ ഫോം ചെയ്യുന്നത്. അപ്പം ഈ ചില ആൾക്കാർ എന്താ പറയുക, ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു ക്ലിനിക്കിലെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരു ചേട്ടൻ വന്നിട്ട് പുള്ളിക്കാരൻ്റെ പല്ലിൽ ഫുള്ള് കറയാണ്, ഇതേപോലെ കറ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ മോൻ്റെ കല്യാണമാണ്. മോൻ്റെ കല്യാണത്തിന് ജസ്റ്റ് ഒന്ന് പല്ല് ഫ്രണ്ടിൽ മാത്രം ഒന്ന് ക്ലീൻ ചെയ്ത് തരണം, ഫോട്ടോയിൽ ചിരിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യണത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ വൃത്തികേടാണ് അതുകൊണ്ട്. പക്ഷെ അതിൻ്റെ ഒരു മെഡിക്കൽ ടേം അല്ലെങ്കിൽ മെഡിക്കൽ പ്രോബ്ലംസ് ആരും മനസ്സിലാക്കുന്നില്ല. പിന്നെ നമ്മളത് പേഷ്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ആ കല്യാണത്തിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് പോലെ പിന്നീട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം ആ ചേട്ടൻ തിരിച്ചു വന്നിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പുകയില യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പുകയില ചവയ്ക്കുന്നവരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ക്ലീൻ ചെയ്യാൻ വരും, വന്നിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ ഏകദേശം കഷ്ടപ്പെട്ടത് ക്ലീൻ ചെയ്തൊന്ന് വൃത്തിയാക്കി കഴിയുമ്പോഴത്തേനും ഇവർ പുറത്ത് പോയിട്ട് പിന്നെ ഇത് ചവയ്ക്കും. സത്യം പറഞ്ഞാൽ ഇത് പിന്നെയും ചവച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, പിന്നെ ഇതേപോലെ കറിയാവും. ബേസിക്കലി ഇങ്ങനത്തെ എന്താ പറയുക പുകയില അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരുടെ വായെ ശ്രദ്ധിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വായൊക്കെ റഫായിട്ടാണ് ഉണ്ടാവുക. നമ്മുടെ ഈ ഉൾഭാഗത്തെ സ്കിന്ന് ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷെ അതേസമയം ഈ പുകയില അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചവയ്ക്കുന്നവരുടെ വാ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ സോഫ്റ്റ്നെസ് ഒക്കെ പോയിട്ട് ഭയങ്കര റഫായിട്ടായിരിക്കും എന്താ പറയുക നാക്കും കവിളിൻ്റെ ഉൾഭാഗം ഒക്കെ ഉണ്ടാവുക. അതേപോലെ തന്നെ പല്ലും ആ കൂടെ തന്നെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ പറയാൻ പോണത്, എപ്പോഴൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ എത്ര നാൾ കൂടുമ്പോഴാണ് നമ്മുടെ പല്ലൊന്ന് ചെക്കപ്പ് ചെയ്യേണ്ടത്? സാധാരണ എല്ലാവരും പറയണ 6 മാസം കൂടുമ്പോഴെങ്കിലും ചെക്കപ്പ് ചെയ്യണമെന്നാണ്. പറ്റുന്നവർ പറ്റണ പോലെ 6 മാസം കൂടുമ്പോൾ ചെക്കപ്പ് ചെയ്യുക, അല്ലെങ്കിൽ 1 ഇയറിലെങ്കിലും ഒരു തവണയെങ്കിലും ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ പല്ലൊക്കെ ഒന്ന് എക്സാമിൻ ചെയ്യുക. കാരണം ഇപ്പോൾ എന്താ പറയുക, ഒരു 10-16 വയസ്സുള്ള കുട്ടികൾ വരെ നമ്മുടെ അതായത് മെയിൻ ആയിട്ടുള്ള, അതായത് പലവർക്കും അറിയില്ല, അതായത് മെയിൻ ആയിട്ടുള്ള പല്ലുകളൊക്കെ പോയി, അതായത് എടുത്ത് കളയേണ്ട അവസ്ഥയിൽ വരെ വരുന്നുണ്ട് കുട്ടികൾ. അത് ക്ലീൻ ചെയ്യണ ഭാഗമായിട്ടല്ല. അപ്പം ഈ ചെക്കപ്പ് ചെയ്യണ സമയത്ത് എന്താ പറയുക, എന്തെങ്കിലും ചെറിയ കേടുണ്ടെങ്കിൽ അതൊക്കെ അടച്ചു പോവുക ആ കൂടത്തിൽ. മെയിനായിട്ട് ഈ കാൽക്കുലസ് അല്ലെങ്കിൽ ഈ വൈറ്റ് ബാൻഡ് ഫോം ചെയ്യുമ്പോൾ ഫുള്ള് കവർ ചെയ്തിരിക്കുന്ന പല്ലുകൾ വരെ ഉണ്ട്. അപ്പം അതിനുള്ളിൽ കേടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല, അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഇതുപോലെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെറിയ പോട് കാണുകയാണെങ്കിൽ തന്നെ അത് ക്ലോസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ അത് പിന്നീട് റൂട്ട് കനാലിലേക്ക് പോയി പിന്നീട് ഒരു 5-6 സിറ്റിങ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പൈസ കളയുന്നേക്കാളും നല്ലത് ആദ്യമേ ഇതുപോലെ ഡെന്റൽ ചെക്കപ്പിന് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ നോക്കിയിട്ട് അത് റിസോൾവ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കൂടിയ പരിപാടികളിലേക്ക് പോകാനുള്ള ചാൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ പല്ല് നമ്മൾ വിചാരിക്കും പല്ല് ക്ലീൻ ചെയ്യണത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഒരിക്കലും അല്ല. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്, പല്ല് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ വേറൊരു പല്ല് വെക്കാൻ വേണ്ടി എടുക്കണ പൈസയുടെ പകുതിയുടെ പകുതി പോലും ഉണ്ടാവില്ല. ബിക്കോസ് ഈ പല്ലിൽ ഈ മോണരോഗം വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രീം ലെവൽ കേസസിൽ ഈ പല്ല് ഇളകാൻ തുടങ്ങും. പിന്നെ നമുക്കത് ഒരിക്കലും നമുക്കത് എന്താ പറയുക, പല്ല് തിരിച്ച് ആ ഒരു
ഫോമിലേക്ക് നമുക്കിപ്പോൾ ഉള്ള രീതിയിലേക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പം ഈ ഇളകി കഴിഞ്ഞാൽ പിന്നെ പറിച്ച് കളയാണ്ട് വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് വേറൊരു പല്ല് വെക്കണമെങ്കിൽ നമ്മൾ ഈ ക്ലീൻ ചെയ്യണതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി പൈസയാവുക ചെയ്യുക. സോ പറ്റുന്നവർ പറ്റുന്ന രീതിയിൽ ക്ലീൻ ചെയ്യുക. പിന്നെ മിക്കവാറും ഉള്ള ക്ലിനിക്സിൽ എനിക്ക് തോന്നുന്നു അവർ പല്ലിലെ അഴുക്കിൻ്റെ ഒരു ലെവൽ അനുസരിച്ചാണ് അവർ ചാർജ് ചെയ്യുക. എന്തോരം എക്സ്ട്രീം ലെവലായിട്ടുള്ള ഇതാണോ, അതായത് മോശമായിട്ടുള്ള പല്ലാണോ അത്രയും ആയിരിക്കും അവർ ചാർജ് ചെയ്യുക. അധികം കുഴപ്പമില്ലാത്തതാണെങ്കിൽ മിനിമലായിട്ടുള്ള ചാർജസ് മാത്രമേ മിക്കവാറും ഉള്ള ക്ലിനിക്സിലൊക്കെ വാങ്ങിക്കാറുള്ളൂ. സോ പറ്റുന്നവരൊക്കെ പറ്റുന്ന രീതിയിൽ കൊണ്ടുപോയി പല്ല് ക്ലീൻ ചെയ്യിപ്പിക്കുക. അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ കുട്ടികളുടെ കേസിലാണെങ്കിലും കുഞ്ഞു കുട്ടികളുടെ കേസിലാണെങ്കിലും ഈ അഴുക്ക് വന്ന കേസസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് വൈറ്റ് ബാൻഡ് അല്ല, ഒരു പൊടി പോലത്തെ സംഭവം ഫോം ചെയ്തിട്ട്, അതും ഇതേപോലെ പേരൻസ് കെയർ ചെയ്തിട്ട് പേരൻസ് ഉറപ്പായിട്ടും ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് കുട്ടികളുടെ പല്ല് രാവിലെയും രാത്രിയും നല്ല വൃത്തിയായിട്ട് തേക്കാൻ ശ്രദ്ധിക്കുക. കാരണം കുട്ടികൾക്ക് അവർക്ക് തന്നെ ഒരു ഇന്റൻഷൻ ഉണ്ടാവും, അവർക്ക് തന്നെ ചെയ്യണം, തന്നെ പല്ല് തേക്കണം. അവരെ തന്നെ പല്ല് തേക്കാൻ വിട്ടോളൂ. തന്നെ പല്ല് തേച്ചതിന് ശേഷം നമ്മളും കൂടെ ഒന്ന് പിടിച്ചിട്ട് കുട്ടികളുടെ പല്ല് മര്യാദയ്ക്ക് തേച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. എനിക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ പറയാനുണ്ട്. പലരും പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ സെറ്റായിട്ട് ഡെന്റൽ ചെയറിൽ ഇരിക്കുന്ന സമയത്ത് എന്നോട് ചോദിക്കാറുണ്ട്, ഡോക്ടറെ ക്ലീൻ ചെയ്യുമ്പോൾ വേദന എടുക്കുമോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പലർക്കും പല രീതിയിലാണ് അത് ഇമ്പാക്റ്റ് ആവുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഈ മോണയുടെ ഇടയ്ക്കൊക്കെ വൈറ്റ് ബാൻഡ് ഫോം ചെയ്തിരിക്കുന്നവരാണെങ്കിൽ ഒരു ചെറിയ വേദന, ഒരു എന്താ പറയുക, ഒരു മൈൽഡായിട്ട് ഉള്ള ഒരു ചെറിയ ഇതുപോലെ ഉണ്ടാവും. അത് ആ മോണയില് സൈഡിൽ മാക്സിമം മോണയിൽ തട്ടിക്കാണ്ടാണ് നമ്മൾ ചെയ്യാറ്. കാരണം മോണയിൽ തട്ടിക്കേണ്ട ആവശ്യം വരാറില്ല. അപ്പൊ ചെറിയൊരു സ്ലൈറ്റ്, നിങ്ങൾക്കത് ചിലപ്പോൾ അറിയ പോലും ഉണ്ടാവില്ല, ആ ഒരു വൈബ്രേഷൻ ഉണ്ട്. ഈ അൾട്രാസോണിക് ഡിവൈസിന് ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സെൻസിറ്റിവിറ്റി ഉള്ള പേഷ്യൻസ് ഉണ്ടാവും. പല്ലിന് അല്ലാണ്ട് തന്നെ ഓൾറെഡി സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിന് ചില സ്ഥലങ്ങളിൽ തൊടുമ്പോൾ ഉറപ്പായിട്ട് നല്ല രീതിയിൽ സെൻസിറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ചില പേഷ്യൻസിന് നമ്മൾ ഈ എന്താ പറയുക സ്കെയിലർ വെക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ സെൻസിറ്റീവ് ആയിട്ട് നമുക്ക് പല്ല് തൊടാൻ പറ്റാണ്ട് അവരിങ്ങനെ എന്താ പറയുക പറ്റണില്ല, ഭയങ്കര പുളിപ്പാന്ന് പറയുന്ന പേഷ്യൻസ് ഉണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അവർക്ക് ലോക്കൽ അനസ്തേഷ്യ അല്ലെങ്കിൽ LA കൊടുത്തതിന് ശേഷം, അതായത് LA കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഭാഗം മരവിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്കെയിലിങ് ചെയ്യുന്ന സമയത്ത് ഇത് അറിയില്ല. അതായത് മെയിനായിട്ട് ഈ വൈബ്രേഷൻ കാരണമാണ് സെൻസിറ്റിവിറ്റി ഉണ്ടാവുന്നത്. അപ്പൊ ടച്ച് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സെൻസിറ്റിവിറ്റി ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ്, ഒട്ടും പറ്റാത്ത പേഷ്യൻസിന് ഇതേപോലുള്ള ലോക്കൽ അനസ്തെറ്റിക്സ് ഏജൻസി യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലീനിങ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ, നല്ല രീതിയിൽ നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മെയിനായിട്ട് അതൊരു കൂളിംഗ് ഏജന്റ് ആണ്. ഈ അൾട്രാസോണിക് സ്കെയിലർ നമ്മൾ എന്താ പറയാ ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. അപ്പം ഈ സാധനം ഹീറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളിത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ്, ക്ലീനിങ്ങും ഈസിയാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ ഒരു സക്ഷൻ ടിപ്പൊക്കെ നമുക്ക് തരും. അപ്പം അത് യൂസ് ചെയ്തിട്ട് മാക്സിമം നമ്മളത്, അതെനിക്കൊന്ന് അത് പേഷ്യൻസ് തന്നെയാണ്, മിക്കവാറുള്ള ക്ലിനിക്കിൽ പേഷ്യൻസ് തന്നെയാണ് അത് ഹോൾഡ് ചെയ്യുന്നത്. ചില ക്ലിനിക്കിൽ ചിലപ്പോൾ അസിസ്റ്റൻസ് ഹോൾഡ് ചെയ്ത് നിൽക്കാറുണ്ട്. ബേസിക്കലി പേഷ്യൻസ് തന്നെയാണ് അത് ഹോൾഡ് ചെയ്ത് നിൽക്കാറ്. സോ ആ വെള്ളം വരുന്ന ബുദ്ധിമുട്ടും ഉണ്ടാവും. സോ അത് സത്യം പറഞ്ഞാൽ സക്ഷൻ പിടിക്കുന്ന സമയത്ത് അത് മാറാറുണ്ട്. പിന്നെ യൂഷ്വലി നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ഇരുന്ന് ക്ലീൻ ചെയ്യുകയല്ല, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഗ്യാപ്പ് തരും. നിങ്ങൾക്ക് മൗത്ത് വാഷ് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് സ്പിറ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ ഉള്ള ഒരു ഗ്യാപ്പ് എന്തായാലും തരും. സോ അതൊക്കെ നമ്മൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പേഷ്യൻസിനോട് പറയും. അതായത് വേദന എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ പൊന്തിച്ചാൽ മതി. ഒരിക്കലും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കരുത്. ബിക്കോസ് ഈ സംഭവം വേറെ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ മുറിയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത്, ഈ കുട്ടി നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇത് ഡാമേജ് ഉണ്ടാക്കില്ല. അതായത് സോഫ്റ്റ് ടിഷ്യൂ, അതായത് നമ്മൾ ഡെന്റൽ എന്ന് പറയുന്നത് ഒരു ഹാർഡ് ടിഷ്യൂ ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എന്താ പറയാ കട്ടിയുള്ള സർഫസ് ആണ്. പക്ഷെ നമ്മുടെ വായുടെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ്, പെട്ടെന്ന് ഇഞ്ചുറി ഉണ്ടാവാൻ ചാൻസസ് ഉള്ള ഭാഗങ്ങളാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ
അഥവാ എന്തെങ്കിലും ചെറിയ പുളിപ്പുണ്ടെങ്കിൽ അപ്പോഴേ കൈ ഇങ്ങനെ ഒന്ന് പൊന്തിച്ചാൽ മതി, അവർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടാണ്. അല്ലാണ്ട് നിങ്ങൾ അനങ്ങുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യരുത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അത് ഡാമേജ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. മോണരോഗം എന്താണെന്ന് അറിയാത്തവർക്കാണ് പറഞ്ഞിരുന്നത്. മോണരോഗം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ വൈറ്റ് ബാൻഡ് ഈ പല്ലിൻ്റെ ഇടയ്ക്കും മോണയുടെ ഇടയ്ക്കായിട്ട് ഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ മോണയില്ലേ, മോണ പല്ലിൻ്റെ താഴേക്ക് ഇറങ്ങി ഇറങ്ങി വരിക എന്നുള്ള അവസ്ഥ വരും. എനിക്ക് പറ്റുകയാണെങ്കിൽ ഇവിടെ ഫോട്ടോസ് ഞാൻ കൊടുക്കാം. അപ്പോൾ ഇറങ്ങി ഇറങ്ങി വരുന്ന സമയത്താണ് നമ്മുടെ ഉള്ളിലുള്ള എന്താ പറയുക, ബോൺ പോലത്തെ സംഭവങ്ങളൊക്കെ വീക്കാവും. വീക്കായി കഴിയുമ്പോഴാണ് നമ്മുടെ ഈ പല്ല് ഇളകാൻ തുടങ്ങുന്നത്. സോ മോണരോഗം ഫസ്റ്റ് മോണയിൽ ബാധിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ പല്ലിൻ്റെ എന്താ പറയുക ഒരു റിജിഡിറ്റി അല്ലെങ്കിൽ പല്ലിൻ്റെ ഒരു സ്ട്രോങ്നെസ്സിനെ അഫക്റ്റ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നിങ്ങൾ ബ്ലീഡിങ് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ഉള്ളിലായിരിക്കും അഴുക്കിരിക്കുക, ചിലവർക്ക് പുറത്തേക്ക് അത് കാണില്ല, ഉൾഭാഗത്തായിരിക്കും. അപ്പോൾ ചെറിയ സ്വെല്ലിങ്ങും റെഡ്നെസ്സും ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട് നമ്മുടെ മോണയിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒരു ക്ലോസ് ആയിട്ട് തന്നെ വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ അല്ലാണ്ട് എപ്പോഴും പല്ല് നോക്കിക്കൊണ്ടിരിക്കുക, അങ്ങനെയല്ല ഞാൻ പറയണത്. എന്നാലും നിങ്ങൾക്ക് പറ്റുന്ന ടൈമിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, പല്ലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ ഞാനിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, ഞാൻ ഈ ഡെന്റിസ്റ്റ് ചൂസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എന്താ പറയുക, ഞാൻ എൻ്റെ പല്ലിനെ പറ്റി അങ്ങനെ കെയർ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മ എപ്പോഴും പറഞ്ഞു രാവിലെ രാത്രി പല്ല് തേക്കണം, അപ്പം അങ്ങനെ തേക്കും. അല്ലാണ്ട് ഞാനിങ്ങനെ പല്ലിനെ ഓവർ കെയറിങ് അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. പക്ഷേ എൻ്റെ ടൂത്ത് എന്ന് പറയുന്നത് കേറീസിന് പ്രോൺ ആയിട്ടുള്ള ടൂത്താണ്. കാരണം ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഡെന്റിസ്റ്റിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര കോൺഷ്യസ് ആയി തുടങ്ങി. എനിക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ സ്പോട്ട് കണ്ട് അപ്പോൾ കൊണ്ട് അടപ്പിക്കണം, എനിക്ക് അത്ര പേടിയായിരുന്നു. കാരണം എൻ്റെ ഒരു പല്ല് ഞാൻ റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൂട്ട് കനാൽ ചെയ്ത അന്ന് എനിക്ക് എന്താ പറയുക, അത്ര വലിയ പ്ലസന്റ് എക്സ്പീരിയൻസ് ഒന്നും അല്ലായിരുന്നു. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വേദനയായിരിക്കും, റൂട്ട് കനാൽ ചെയ്യുന്ന ടൈമിൽ എന്തായാലും വേദനയായിരിക്കും. പിന്നെ മെഡിക്കേഷൻസ് എടുത്ത് കഴിഞ്ഞിട്ട് മാത്രമേ അത് കുറയുള്ളൂ. അപ്പൊ അന്നത്തെ ആ ഒരു ട്രോമ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് ട്രോമയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷെ ആ പല്ലിന് ഇപ്പോഴും ടച്ച് വിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ആ ഒരു വേദന എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. എൻ്റെ അടുത്ത് ഞാനൊരു ഡെന്റിസ്റ്റ് ആയിട്ട് എൻ്റെ അടുത്തൊരു ഡെന്റൽ ചെയറിൽ കയറി കിടക്കാൻ പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് പേടിയാണ്. സോ അതിൻ്റെയൊക്കെ ഒരു ഇത് ഓർമ്മ എനിക്കുള്ളത് കൊണ്ടായിരിക്കും ഡെന്റിസ്ട്രിയും കൂടെ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പല്ല് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കുത്ത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്. ഇനി അത് കേടാണോ എന്താന്നുള്ള ഒരു പേടിയാണ്. സോ അത്രയും പേടിക്കണ്ട, ചിലപ്പോൾ ഞാനത് പഠിച്ചു കഴിഞ്ഞുകൊണ്ടായിരിക്കും എനിക്ക് പേടി, എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ എന്താ പറയുക, പല്ല് ക്ലീൻ ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കാണ്ട് നോക്കുക. പിന്നെ ക്ലീൻ ചെയ്യേണ്ട പല്ലാണെങ്കിൽ ഉറപ്പായിട്ടും ക്ലീൻ ചെയ്യിപ്പിക്കുക തന്നെ ചെയ്യണം. അത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് പൈസയാകും എന്നൊക്കെ പറഞ്ഞ് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി പൈസ നിങ്ങൾ പല്ലിൽ ചിലവാക്കേണ്ടി വരും. പല്ലിൽ തൊട്ട കാശാന്ന് പറയുന്നത് ഉറപ്പായിട്ടും സത്യമാണ്. കാരണം ചെറിയ കാര്യമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യുക, കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങോട്ട് കൂടും, അതിൻ്റെ എമൗണ്ട് അങ്ങോട്ട് കൂടും, രണ്ടിരട്ടിയായിട്ട് കൂടും. സോ ഇത്രയുള്ളായിരുന്നു എൻ്റെ ടോപ്പിക്ക്. വളരെ ചെറിയ ടോപ്പിക്കാണ്, എന്നെ കൊണ്ട് പറയാൻ പറ്റുന്നത്, അതായത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു. എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ട് ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് പേടിച്ചിട്ട് ഒരിക്കലും ചെയ്യാണ്ടിരിക്കരുത്, ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇനി പല്ല് ക്ലീൻ ചെയ്യാൻ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അതൊരു എന്താ പറയുക, വൺ ടൈം പ്രൊസീജിയർ ആയിരിക്കും. ചിലവർക്ക് പല്ലിലെ അഴുക്കനുസരിച്ച് ചിലപ്പോൾ അത് 2 സിറ്റിംഗ് അല്ലെങ്കിൽ 3 സിറ്റിംഗ് വരെ കൊടുക്കേണ്ട പ്രൊസീജിയർ ആയിരിക്കും. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറപ്പായിട്ടും പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ പോളിഷ് ചെയ്യുന്നില്ല, അതല്ലെങ്കിൽ ക്ലിനിക്കിൽ പോളിഷിങ്, അതായത് പല്ലിൽ പോളിഷിങ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ചോദിച്ച് നിങ്ങളായിട്ട് തന്നെ ചോദിച്ച് അത് പോളിഷ് ചെയ്യിപ്പിക്കുക പല്ല്. ബിക്കോസ് അൾട്രാസോണിക് ഇതാണ്, നമ്മൾ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഈ വൈറ്റ് പാർട്ടിക്കിൾസ് അവിടെ ഇവിടെയൊക്കെ ഇരിക്കും. അപ്പോൾ ചെറിയൊരു റഫ്നെസ് പോലെ പല്ലിലുണ്ടാവും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോളിഷ് ചെയ്യിക്കുന്നത്. അപ്പോൾ പോളിഷ് ചെയ്യിപ്പിക്കുന്ന ഒന്നെങ്കിൽ ചില സ്ഥലങ്ങളിൽ അത് പേസ്റ്റ് ആയിട്ടായിരിക്കും, മിക്കവാറും ക്ലിനിക്സിൽ അത് പേസ്റ്റ് ആയിട്ടായിരിക്കും, ചിലയിടത്ത് അതൊരു പ്യൂമിസിൻ്റെ ചെറിയൊരു വൈറ്റ് പൗഡർ പോലൊരു സബ്സ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ അതിട്ടിട്ടൊരു മെഷീൻ വെച്ചിട്ട് അവർ ക്ലീൻ ചെയ്ത് തരും. ഉറപ്പായിട്ടും അത് നിങ്ങൾ സ്കെയിലിങ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കംപ്ലീറ്റ് സിറ്റിങ്, ഒരു സിറ്റിങ്ങിലാണെങ്കിൽ ആ സിറ്റിങ്ങിൽ തന്നെ നിങ്ങൾ പോളിഷ് ചെയ്യാൻ പറയുക.
അല്ലെങ്കിൽ 260 സിറ്റിങ്സ് ആണെങ്കിൽ നിങ്ങളുടെ പല്ല് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അവരോട് ഉറപ്പായിട്ടും നമ്മുടെ പോളിഷിങ് പേസ്റ്റോ പൗഡറോ വെച്ചിട്ട് അത് പോളിഷ് ചെയ്യാൻ പറയുക. സോ അത് പിന്നീട് ഫർദർ എന്താ പറയുക, ഇപ്പം നമ്മളിപ്പോൾ അൾട്രാസോണിക് വെച്ച് ക്ലീൻ ചെയ്താലും ചിലപ്പോൾ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ്, മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആ പല്ലിൽ ഇരുന്നിട്ട് ആ പല്ലിൻ്റെ ഭാഗം റഫായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ പിന്നെയും നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ഈ പറയണ പോലെ വൈറ്റ് ബാൻഡ് ഫോം ചെയ്യാനും അല്ലെങ്കിൽ സ്റ്റെയിൻസ് പിടിക്കാനും ഉള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചോദിച്ച് നിങ്ങളായിട്ട് തന്നെ ചോദിച്ച്, അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ചോദിച്ച് അത് ചെയ്യിപ്പിക്കാൻ ഉറപ്പ് വരുത്തുക. സോ ഇത്രയായിരുന്നു എൻ്റെ ടോപ്പിക്ക്. എല്ലാവർക്കും ഈ ചെറിയ ടോപ്പിക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലത്തെ ചെറിയ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ ബൈ. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ബൈ.